എടാ കോപ്പേ, നീയൊക്കെ പല്ലീന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോണം കേട്ടോടാ മറ്റവൻ. എന്തെല്ലാം അപരാധങ്ങളാണ് ഓരോ ദിവസവും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ട പ്രേക്ഷകർക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രേണു ദിവസം ദിവസം ഓരോ വീഡിയോയും ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഓരോരുത്തർ വന്ന് കമന്റ് ചെയ്യുന്നതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തങ്ങ് ഇടും. എന്നിട്ട് രേണു തന്നെ പറയും, എന്നെ നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല പറയും. കാരണം പറയുന്നവന്മാരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് രേണു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെ തന്നെ രേണുവിന് പ്രത്യേകിച്ച് ഒരു പൂടയും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇമാതിരിയുള്ള അപരാധങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കുറെ ആയാലും ഇത് ദിവസം ദിവസം ഓരോ വീഡിയോയും ഇതുപോലെ ഒരു കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ അപരാധം പറയുന്ന തരത്തിലോട്ട് പിന്നെ കുറെ അധികം വച്ചോണ്ടിരിക്കുമെന്ന്. ഇത് തന്നെയാണ് ഇപ്പൊ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ കോണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണുവിന്. കാരണം ഇത് ഇത്തിരി ഓവറാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്കൊരു കൂടെയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള കമന്റുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ? കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവിടെ ഇപ്പൊ ഒരു പോടി പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് നോക്കി പിടിച്ചുകൊണ്ടാണ് രേണു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അവനെ പറയാത്ത അപരാധമില്ല. അത് പറഞ്ഞത് അവനാണോ അവളാണോ? പറഞ്ഞ ആ ഒരു വ്യക്തിയെ രേണു തിരിച്ചു പറയുന്നതിന് ഒരു കുഴപ്പമില്ല, രേണുവിനെ പറയുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ രേണു തന്നെ പറയുന്നത്, എന്നെ ദിവസം ദിവസം എന്റെ കമന്റ് സെക്ഷൻ തുറന്നു കഴിഞ്ഞാൽ നല്ല പച്ച കാട്ട അപരാധങ്ങളാണ് ഓരോരുത്തർ വിളിച്ച് പറയുന്നതെന്ന് രേണു തന്നെ അതിൻ്റെ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതും ഒന്നും അല്ല, ഇതൊക്കെ എന്തോന്ന് പോടി പുല്ല്, ഇതെന്തോന്ന് ആന തെറിയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ മേലെ നല്ല ലെവലിലുള്ള പച്ചത്തെറികൾ രേണുവിന്റെ കമന്റ് ബോക്സ് നിറയെ കിടക്കുന്നുണ്ട് എന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം രേണു തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ പൊലമ്പുന്നത് അവിടെ ഇരുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ നല്ല ശുദ്ധ നാടകമാണ്. അത് എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. നല്ല പക്ക നാടകമാണ് എന്നുള്ളതാണ് സത്യം. കാരണം പോസിറ്റീവായിട്ടുള്ള സംഭവവികാസങ്ങളൊന്നും തന്നെ ഇനി രേണുവിന് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് രേണു തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് സാധനങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങ് ഇടുക. എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് നാട്ടുകാർ പൂരത്തെറി പറയുക. ഇത് ഈ ചെയ്തിട്ട വീഡിയോയ്ക്ക് താഴെ പോലും, അതായത് ഈ പോടി പുല്ല് എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനാണ് രേണു ഈ ഒരു വീഡിയോ ചെയ്തിട്ടേന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊന്ന് വായിച്ച് നോക്കണം എൻ്റെ പൊന്നോ. അതുക്കും മേലെ നല്ല കാട്ടവരാത തെറികളാണ് ആ കമന്റ് സെക്ഷനിൽ മുഴുക്ക വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഈ കമന്റ് ഓഫാക്കി അങ്ങ് ഇടണം, ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് ആ കമന്റ് ഓഫാക്കി ഇടണം. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി വീഡിയോസ് ഇതുപോലുള്ള ഊളത്തരങ്ങൾ ചെയ്ത് വീഡിയോ ഉണ്ടാക്കാതിരിക്കുക. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലുള്ള ചെയ്ത്തുകൾ രേണു ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം പിടിച്ചു നിൽക്കണമല്ലോ. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക. അപരാധങ്ങൾ വിളിച്ച് പൊങ്കാലിടട്ടെ, കുഴപ്പമില്ല, ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും എന്നത് ഉറപ്പിച്ചുകൊണ്ടാണ് രേണു ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത തൊലിക്കട്ടി തന്നെ, വല്ലാത്ത കഷ്ടം തന്നെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ ഇപ്പൊ പലരുടെയും വീഡിയോയ്ക്ക് താഴെ വരും. ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നീ എത്ര വലിയ കൊമ്പത്ത ആളായാലും ഒരു 10 കമന്റ് എങ്കിലും നെഗറ്റീവായിട്ട് കാണാതിരിക്കത്തില്ല, ആരുടെ കമന്റ് സെക്ഷൻ പോയി നോക്കിയാലും. പിന്നെയാണ് രേണു സുധിയെ പോലൊരാൾക്ക് എന്താ പറയുക, അത്രയ്ക്കും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന രേണു സുധിയെ പോലൊരാൾക്ക്, വളരെ നീറ്റായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന രേണു സുധിയെ പോലൊരാളുടെ കമന്റ് ബോക്സിൽ ഇതുപോലുള്ള കമന്റുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് തുറന്നു നോക്കിയാൽ ഭൂരിഭാഗത്തിൽ കൂടുതൽ കമന്റുകളും നല്ല 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 കമന്റുകളാണ്. അപ്പൊ പിന്നെ ഇതുപോലുള്ള കമന്റുകൾ വരുമെന്ന് രേണു സുധിക്ക് അറിയാവേ. ഒന്നുകിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കമന്റ് നിങ്ങൾക്ക് വായിക്കേണ്ടി വരത്തില്ലല്ലോ, കമന്റ് ഒഴിവാക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സും ഓൺ ആക്കിയിട്ട്
ഇട്ടിട്ട് അതിൽ വരുന്ന ഓരോ കമന്റുകളും എടുത്തുകൊണ്ട് ഇമാതിരിയുള്ള ഊള കണ്ടന്റ് ആക്കിയിട്ട് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത് ഇട്ടിട്ട് അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇട്ടിട്ട് ഇതുപോലുള്ള ചെയ്യുന്നതിന് എന്തോന്നാണ് പറയേണ്ടത്? അപ്പോൾ ജനങ്ങളാണോ കുറ്റക്കാര്, അതോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് അത് വായിച്ച് രസിക്കുന്ന നിങ്ങൾ ചെയ്യുന്നതാണോ തെറ്റെന്ന് പറയുന്നത്? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ എല്ലാ തരം കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് എല്ലാം അങ്ങ് ഈ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ മണ്ടയ്ക്കങ്ങ് ഇട്ട് കൊടുക്കല്ലേ രേണുസുതി? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ രേണുസുതി ചെയ്തിട്ടിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ വയ്യായിരുന്നു. കാരണം അമ്മാതിരിയുള്ള അപരാധ കമന്റുകളായിരുന്നു നിറയെ അതിൻ്റെ അകത്ത്. അപ്പൊ ഇതൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് രേണുസുതി മനഃപൂർവ്വം ചെയ്യുന്ന ഓരോരോ നാടകങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് നോർമലി ഇപ്പൊ ഇത് കണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലായി. പുള്ളിക്കാരത്തേക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോ എനിക്ക് പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടൊന്നും വരാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ റീച്ചൊക്കെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കുറെ അധികം കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് വീണ്ടും അങ്ങ് ഇട്ടു കൊടുക്കും. ഇതാണ് ഇപ്പോൾ രേണുസുധിയുടെ പണി എന്ന് പറയുന്നത്. കാരണം ഒരു വീഡിയോ 2 വീഡിയോ ആണെങ്കിൽ നമുക്ക് സഹിക്കാമെന്ന് വയ്ക്കാം. അതല്ല, ഇത് ഡെയിലി ഉണ്ട് ഇതുപോലുള്ള ഓരോ കമന്റുകൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് വീണ്ടും എന്തിനാണ് നിങ്ങൾ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പലർക്കും പല കമന്റിന് മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ. ഇതുപോലുള്ള കമന്റുകൾക്കൊക്കെ തന്നെ അവരാരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇത്രയ്ക്ക് അങ്ങ് ഇതാവാനായിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കമന്റ് ബോക്സ്, അതിൻ്റെ അകത്ത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ഇടാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ, നിങ്ങളത് ഓണാക്കിയല്ലേ ഇട്ടേക്കുന്നത്. ഇതുപോലുള്ള കമന്റുകൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ആ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇട്ടിട്ട് നാട്ടുകാർക്ക് അപരാധം പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ അവർ ആ ഒരു രീതിയിൽ ഓരോന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കുറ്റം പറഞ്ഞ് ഈ വിളിച്ചവന്മാരെ ഈ ഇതുപോലുള്ള അപരാധങ്ങൾ രേണുസുധിയും പറയുന്നുണ്ട് നല്ല രീതിയിൽ. എന്നിട്ട് ആ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നാട്ടുകാർ വീണ്ടും വലിയ തോതിലുള്ള പൊങ്കാല ഇടാനായിട്ടുള്ള അവസരം രേണുസുധി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അറിയാൻ പലഞ്ഞിട്ട് ചോദിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെ രേണുസുധി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം രേണുസുധിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. റീച്ച് ഇങ്ങനെ ഇടിഞ്ഞു പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരണം. പരമ കഷ്ടം തന്നെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്കും പരിതാപകരമെന്ന് തോന്നിപ്പോകുന്നുണ്ട്. കഷ്ടം.